മീരയ്ക്ക് അതൊരു വലിയ ആശ്വാസമായിരുന്നു. ഈ ലോകത്ത് തന്നെ തനിച്ചാക്കില്ലെന്ന് ആരോ ഉറപ്പു നൽകുന്നത് പോലെ. പക്ഷെ മിനിറ്റുകൾ കഴിഞ്ഞപ്പോഴാണ് താൻ ആരുടെ നെഞ്ചിലാണ് കിടക്കുന്നതെന്ന ബോധം അവളിലേക്ക് തിരിച്ചെത്തിയത്. തന്നെയും കുടുംബത്തെയും വേട്ടയാടുന്ന തൻ്റെ തകർച്ചയ്ക്ക് കാരണമായ രുദ്രൻ്റെ നെഞ്ചിൽ. അവൾ പെട്ടെന്ന് തല ഉയർത്തി അവനെ നോക്കി. രുദ്രൻ്റെ കൈകൾ അപ്പോഴും അവളുടെ ശരീരത്തിലുണ്ടായിരുന്നു. അവൾക്ക് ആശ്വാസം നൽകാനെന്ന വണ്ണം അവൻ തലോടിക്കൊണ്ടേയിരുന്നു. പക്ഷെ അവൻ്റെ മുഖത്തെ ആ ഭാവം, അത് പ്രതികാരമാണോ അതോ സഹതാപമാണോ എന്ന് തിരിച്ചറിയാൻ അവൾക്ക് കഴിഞ്ഞില്ല. ഒരു നിഗൂഢത ആ കണ്ണുകളിൽ അപ്പോഴും ബാക്കിയായിരുന്നു. മീര പതിയെ അവൻ്റെ പിടിയിൽ നിന്ന് മാറി അടുത്തുള്ള സീറ്റിലേക്ക് തളർന്നിരുന്നു. അവളുടെ ചുവന്ന കണ്ണുകളിലേക്ക് നോക്കി രുദ്രൻ ചോദിച്ചു, താൻ എന്തിനാ മീര ഈ നേരത്തെ ഇവിടെ എത്തിയത്? ഡോക്ടർമാർ പോലും എത്തിയിട്ടില്ല. അവരില്ലാതെ അമ്മയുടെ അവസ്ഥയെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയാനും പറ്റില്ല. വല്ല അബദ്ധവും കാണിക്കാനാണോ താൻ നോക്കുന്നത്? അവൻ്റെ ശബ്ദം പഴയ ആ ഗൗരവം തിരിച്ചു വന്നിരിക്കുന്നു. മീര ഒന്നും മിണ്ടിയില്ല. ഐസിയുവിൽ നിന്നും അമ്മയുടെ ഹൃദയമിടിപ്പിൻ്റെ താളം അറിയിക്കുന്ന യന്ത്രങ്ങളുടെ ശബ്ദം മാത്രം ആ ഇടനായിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. രുദ്രൻ അവളുടെ തൊട്ടടുത്ത് തന്നെ നിന്നു. ഒരു നിഴലായി, അല്ലെങ്കിൽ ഒരു കാവൽക്കാരനായി. താനിപ്പോൾ എൻ്റെ കൂടെ വീട്ടിലേക്ക് വരുന്നു. നേരം വെളുത്തിട്ടേയുള്ളൂ. ഡോക്ടർമാർ വന്ന് പരിശോധന കഴിഞ്ഞിട്ട് അവർ വിളിക്കുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരാം. രുദ്രൻ ശബ്ദത്തിൽ കൽപ്പനയായിരുന്നു. മീര ശൂന്യമായ ഇടനായിലേക്ക് നോക്കി തലയാട്ടി. എനിക്ക് വരണ്ട. എനിക്ക് എൻ്റെ അമ്മയെ വേണം. അമ്മയെ ഇവിടെ തനിച്ചാക്കി എനിക്ക് ഒരിടത്തേക്കും വരാൻ പറ്റില്ല. നിങ്ങൾ വേണമെങ്കിൽ പോയിക്കോ. രുദ്രൻ്റെ പുരുകൾ ചുളിഞ്ഞു. അവൻ അവളുടെ അരികിലേക്ക് ഒരു ചുവട് കൂടി അടുത്തു. നിന്നെ ഇവിടെ ഈ അവസ്ഥയിൽ തനിച്ചാക്കിയിട്ട് പോകാനോ? നിനക്ക് വല്ലതും സംഭവിച്ചാൽ അതിനാരുത്തരം പറയും? ഇല്ല, അതിന് ഞാൻ സമ്മതിക്കില്ല. നീ എൻ്റെ കൂടെ തന്നെ വരും. എനിക്ക് നിങ്ങളുടെ കൂടെ വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞില്ലേ? മീര ഉള്ളിലെ സങ്കടം ദേഷ്യമായി പുറത്തേക്ക് ചാടി. അവളുടെ ശബ്ദം ആ ആശുപത്രി വരാന്തയിൽ മുഴങ്ങി. പക്ഷെ അവളുടെ തർക്കങ്ങൾക്കൊന്നും രുദ്ര ചെവി കൊടുത്തില്ല. ഇനിയും നിന്നാൽ അവൾ വഴങ്ങില്ലെന്നുറപ്പായതും അവൻ അവളുടെ കൈത്തണ്ടിൽ ബലമായി പിടിച്ചുകൊണ്ട് വേദന കൊണ്ട് അവളൊന്ന് പുളഞ്ഞു. ഒന്നും മിണ്ടാതെ ഒരു വേട്ടക്കാരൻ ഇരയെ വലിച്ചേക്കുന്നത് പോലെ അവൻ അവളെ കാറിനടുത്തേക്ക് കൊണ്ടുപോയി. രുദ്ര, വിട്, എനിക്ക് വേദനിക്കുന്നു. അവളുടെ നിലവിളികൾ കാറിൻ്റെ അടഞ്ഞ ചില്ലുകൾക്കുള്ളിൽ ശ്വാസം മുട്ടി നിന്നു. അവൻ കാർ സ്റ്റാർട്ട് ചെയ്തു. ഇന്ദ്രനീലത്തിലേക്കുള്ള ആ യാത്രയിൽ മീരയുടെ മുഖം ദേഷ്യം കൊണ്ടും അപമാനം കൊണ്ടും ചുവന്നു തൊടുത്തു. സ്വന്തം അമ്മയെ കാണാൻ പോലും അനുവാദമില്ലാത്ത ഈ ജീവിതം അവൾക്ക് നരകതുല്യമായി തോന്നി. അവൾ ജനാലക്കപ്പുറത്തെ കാഴ്ചകളിലേക്ക് നോക്കി പല്ലു കടിച്ചു. തൻ്റെ വികാരങ്ങളെ നിയന്ത്രിച്ചു. കാർ പോർച്ചിൽ നിന്നും വന്നതും ജാനകിയമ്മ ഓടിയിറങ്ങി. അവരുടെ മുഖത്ത് ആദിയായിരുന്നു. മോളെ, എവിടെയായിരുന്നു നീ? ഈ അമ്മയെ ഒന്ന് അറിയിക്കാമായിരുന്നില്ലേ നിനക്ക്? മീര മറുപടി പറയാതെ തല താഴ്ത്തി നിന്നു. എന്നാൽ ഉമ്മറത്ത് തന്നെ നിലയുറപ്പിച്ചെന്ന പ്രഭയുടെ മുഖത്ത് ദേഷ്യം ഇരച്ചു കയറി. മീരയെ കണ്ടതും, ഇതിനെ എന്തിനാ രുദ്ര നീ വീണ്ടും ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? പ്രഭയുടെ ശബ്ദം വിഷം കലർന്നിരുന്നു. അവൾക്ക് അവളുടെ അമ്മയുടെ അടുത്ത് നിൽക്കാനല്ല ഇഷ്ടം. അവിടെ എവിടെയെങ്കിലും നിന്നോട്ടെ എന്ന് വെക്കേണ്ടേ നീ? ഈ വീടിൻ്റെ സമാധാനം കളയാൻ ഓരോരോ ജന്മങ്ങൾ. രുദ്രൻ അവരൊന്ന് നോക്കുക പോലും ചെയ്തില്ല. അവൻ വണ്ടിയിൽ നിന്ന് തൻ്റെ ഫയലുകളും എടുത്ത് അകത്തേക്ക് നടന്നു. പ്രഭയുടെ വാക്കുകൾ കേട്ടതും ജാനകിയമ്മയുടെ നിയന്ത്രണം വിട്ടു. അവർ ദേഷ്യത്തോടെ പ്രഭയെ നോക്കി. ഒന്ന് നിർത്തുന്നുണ്ടോ പ്രഭയെ നീ? ആ കുട്ടി അനുഭവിക്കുന്ന സങ്കടം കണ്ടിട്ടും നിനക്ക് ദയ തോന്നുന്നില്ലേ അവളോട്? നിന്റെ ഉള്ളിൽ എന്ത് കല്ലാണോ ഈശ്വരൻ തന്നത്? വല്ലാത്തൊരു ജന്മം തന്നെ നീ. ജാനകിയമ്മയുടെ ശകാരം കേട്ട് പ്രഭ മുഖം തിരിച്ചകത്തേക്ക് പോയി. മീര വീണ്ടും അവിടെ തന്നെ നിശ്ചലമായി നിന്നു. അച്ഛൻ്റെ മരണത്തിന് പിന്നാലെ സ്നേഹിച്ചവരുടെ ചതിക്ക് പകരമായി താൻ എറിഞ്ഞു കൊടുക്കപ്പെട്ടത് ഈ നഗരത്തിലേക്കാണെന്ന് അവർ ഓരോ നിമിഷം തിരിച്ചറിഞ്ഞു. രുദ്രൻ കൈത്തണ്ടയിലെ പിടി അഴിഞ്ഞതും അവൻ്റെ അധികാരത്തിൻ്റെ അദൃശ്യമായ ചങ്ങലകൾ തൻ്റെ ആത്മാവിനെ വരിഞ്ഞു മുറിക്കുന്നത് മീര ഭീതിയോടെ അറിഞ്ഞു. അമ്മയെ എന്തെങ്കിലും ഒന്ന് കാണാൻ കഴിയുമോ എന്ന ചോദ്യം അവളുടെ ഉള്ളിൽ അപ്പോഴും ഒരു വിങ്ങലായി ബാക്കി നിന്നു.
അവൾ നേരെ പോയത് മുറ്റത്തെ പ്ലാവിൻ ചോട്ടിലിരുന്ന് ശൂന്യതയിലേക്ക് നോക്കിയിരുന്നു. മീര. അവളുടെ കണ്ണുകൾ അമ്മയുടെ മുഖം ഹോസ്പിറ്റലിലെ വെളുത്ത ചുവരുകളുമായിരുന്നു. അപ്പോഴാണ് ശ്യാം അങ്ങോട്ട് വന്നത്. അവൻ്റെ കയ്യിൽ മീരയുടെ പഴയൊരു ചിലങ്കയുണ്ടായിരുന്നു. മീര. ശ്യാം വിളിച്ചു. അവൾ ഞെട്ടി മുഖമുയർത്തി അവനെ നോക്കി. നീ ഇങ്ങനെ നീറി നീറി തീരാനുള്ളതല്ല. നിന്റെ ഉള്ളിലെ ആ പഴയ മീരയെ എനിക്ക് തിരിച്ചു വേണം. തറവാട്ടിലെ പുറകിലെ ആ പഴയ പത്തായപ്പുര കണ്ടോ നീ? അവിടെ കെട്ടിക്കിടക്കുന്ന വിറകുകളൊക്കെ മാറ്റി ഒന്ന് വൃത്തിയാക്കിയാൽ നിനക്കവിടെ ഒരു ഡാൻസ് സ്കൂൾ തുടങ്ങിക്കൂടെ? നിനക്ക് മാത്രമല്ല, ഈ നാട്ടിലെ കുട്ടികൾക്കും അതൊരു വലിയ കാര്യമായിരിക്കും. നീ ഒന്ന് ആലോചിച്ച് നോക്കത്. മീര ആ ചിലങ്കയിലേക്ക് നോക്കി വേദനയോടെ ചിരിച്ചു. എനിക്കതിനൊന്നും ഇപ്പോൾ താല്പര്യമില്ല ശ്യാമേട്ട. എല്ലാം അവസാനിച്ചു എന്ന് തോന്നുകയാണ്. എന്നോട് ക്ഷമിക്ക്. അവളുടെ മറുപടി കേട്ട് ശ്യാം നിരാശയോടെ നിൽക്കുമ്പോഴാണ് ഉമ്മറത്തെ ജനാലക്കിൽ നിന്ന് രുദ്രൻ ആ കാഴ്ച കണ്ടത്. മീര ശ്യാമനോട് സംസാരിക്കുന്നത് കാണുമ്പോൾ തന്നെ അവൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു അസ്വസ്ഥത നിറയുന്നുണ്ടായിരുന്നു. അത് അസൂയാണോ അതോ സംശയമാണോ എന്ന് അവന് പോലും അറിയില്ല. പക്ഷെ തൻ്റെ അനിയനാണവൻ. അവളുടെ മനസ്സിൽ വല്ല വിചാരവും ഉണ്ടാവുമോ? അവനൊന്ന് ശങ്കിച്ചു നിന്നു. പെട്ടെന്ന് രുദ്രൻ ഉമ്മറത്തേക്ക് ഇറങ്ങി വന്നു. അവൻ്റെ നടത്തത്തിൽ ഒരു ഗാംഭീര്യം തന്നെ ഉണ്ടായിരുന്നു. അവൻ മീരയുടെ അടുത്തേക്ക് വന്ന് അവളുടെ കൈത്തണ്ടയിൽ ബലമായി പിടിച്ചു. രുദ്ര, വിട്, എനിക്ക് വേദനിക്കുന്നു. അവനൊന്നും മിണ്ടിയില്ല. ഒരു തടവുകാരി എന്ന പോലെ അവളെ വലിച്ചയച്ച് പടികൾ കയറി മുകളിലേക്ക് കൊണ്ടുപോയി. വാതിൽ ബലമായി അടിച്ച് അവൻ മീരയെ ചേർത്ത് നിർത്തി. എന്തിനാ എന്നെ ഇങ്ങോട്ട് വലിച്ചയച്ച് കൊണ്ടുവന്നത്? വിറക്കുന്ന ശബ്ദത്തിൽ മീര ചോദിച്ചു. രുദ്രൻ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ തുറിച്ചു നോക്കി. സത്യം പറയണം, നിന്റെ ചേച്ചി ഹിരണി എന്നെ കൂടാതെ മറ്റാരെങ്കിലും സ്നേഹിച്ചിരുന്നു? അവളുടെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അത് കേട്ടതും മീര ഒന്ന് ഞെട്ടി. എനിക്കറിയില്ല. പക്ഷെ എൻ്റെ അറിവിൽ ചേച്ചി നിങ്ങളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. ജീവനായിരുന്നു നിങ്ങളെ അവൾക്ക്. രുദ്രൻ്റെ കണ്ണുകൾ പതുക്കെ മീരയുടെ മുഖത്തേക്ക് പാളി. ആ നിമിഷം മീരയിലെ ഭയം ഒരു സുഗന്ധമായി അവൻ്റെ നാസരാഗ്നിയിൽ തട്ടി. അവളുടെ മത്തു പിടിപ്പിക്കുന്ന ഗന്ധം അവനെ വല്ലാതെ വശീകരിക്കുന്നുണ്ടായിരുന്നു. അവൻ ഓരോ ചുവട് വെക്കുമ്പോഴും മീര വിറച്ചുകൊണ്ട് പിന്നോട്ട് നീങ്ങി. ഒടുവിൽ ചുവരിൽ തട്ടി നിൽക്കുകയല്ലാതെ അവൾ നിന്നു. രുദ്രൻ അവളിലേക്ക് പാഞ്ഞു ചെന്നു. അവളുടെ കവിളിൽ അവൻ തൻ്റെ അതിരങ്ങൾ അമർത്തി. മത്തു പിടിച്ച സ്വരത്തിൽ അവൻ അവളോടായി മന്ത്രിച്ചു. ഹിരണി. ആ പേര് കേട്ടതും മീരയുടെ ഉള്ളിൽ ഒരു മിന്നൽ പിണർ പാഞ്ഞു. അവൾ സർവശക്തിയുമെടുത്ത് രുദ്രനെ തള്ളിയിട്ടു. ഞാൻ ഹിരണിയല്ല, ഞാൻ മീരയാണ്. എന്നെ എന്തിനാണ് നിങ്ങളിങ്ങനെ ക്രൂശിക്കുന്നത്? തറയിലേക്ക് കരയുന്ന മീരയെ കണ്ടപ്പോൾ രുദ്രൻ്റെ ബോധം തിരിച്ചു വന്നു. താൻ ചെയ്തത് എത്ര വലിയ പാപമാണെന്ന് അവനും തിരിച്ചറിഞ്ഞു. ഹിരണി പോയിടത്തു നിന്ന് തുടങ്ങിയ തൻ്റെ വിഭ്രാന്തി മീരയുടെ ജീവിതം നശിപ്പിക്കുകയാണോ? മീര, ഐ ആം സോറി. അവൻ്റെ വാക്കുകൾ പൂർത്തിയായില്ല. മീരയുടെ സാമീപ്യം അവനിൽ വല്ലാത്തൊരു അനുഭൂതിയാണ് നൽകുന്നത്. അവൾക്കരികിൽ ആയിരിക്കുമ്പോൾ ഹിരണിയെ മറക്കാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവളുടെ ഓരോ ചലനത്തിനും ഹിരണിയെ കാണാൻ ശ്രമിക്കുന്ന തൻ്റെ മനസ്സിന് അവന് തന്നെ വെറുപ്പ് തോന്നി. ഹിരണി മറ്റൊരാളുടെ കൂടെ പോയവളാണ്. എന്നിട്ടും എന്തിനാണ് അവളുടെ പേര് വീണ്ടും വീണ്ടും തൻ്റെ നാവിൽ വരുന്നത്? മീരയെ സ്നേഹിക്കാൻ തുടങ്ങുന്ന തൻ്റെ മനസ്സിൻ്റെ വഞ്ചന എന്ന് വിളിക്കണോ അതോ ആശ്വാസമെന്ന് വിളിക്കണോ? രുദ്ര ജനാലക്കിൽ പോയി നിന്ന് പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി. മനസ്സിലയാൾ 1000 വട്ടം മീരയോട് അപ്പോഴേക്കും മാപ്പ് ചോദിച്ചിരുന്നു. പക്ഷെ പുറത്തേക്ക് വന്നത് നിശബ്ദത മാത്രം. മീരയുടെ സാമീപ്യം അവൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഹിരണി എന്ന നീൽ അവർക്കിടയിൽ ഒരു വൻമതിൽ പോലെ നിൽക്കുകയാണ്. മുറിയിൽ നിന്ന് മീരയുടെ വിങ്ങുന്ന ശബ്ദവും രുദ്രൻ്റെ പരുക്കൻ മന്ത്രണവും കേട്ട് പുറത്ത് ഇടനായിൽ നിന്ന് ശ്യാം തറഞ്ഞു നിന്നുപോയി.